പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതം ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 3 മാസക്കാലം കർത്താവ് നമ്മെ ഈ ഭൂപരപ്പിൽ, നമ്മുടെ മരുഭൂപ്രയാണത്തിൽ നമുക്കാവശ്യമായ എല്ലാ നന്മകളെ തന്ന് പോഷിപ്പിക്കുവാനിടയായി. ഈ 4-ാം മാസവും കർത്താവ് അതിനേക്കാൾ ശ്രേഷ്ഠകരമായി നടത്തുമെന്നും നമ്മെ സ്തോത്രം പരിപാലിക്കുമെന്നും നമ്മെ സൂക്ഷിക്കുമെന്നും നമുക്ക് പ്രത്യാശ വയ്ക്കാം. 136-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും. ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഗികളായിരിക്കും. ഏത് മേഖലകളിൽ നോക്കിയാലും ഉയർച്ച താഴ്ചകൾ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ലെന്ന്, അവർക്ക് വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണ. ഉയർച്ച എന്നതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച മാത്രമാണ് എന്നാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട്. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് താഴ്ത്തുന്നത്? നമുക്കെല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടും പോലെ ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ഇല്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാം. നാം പാപം ചെയ്ത് നശിക്കാതിരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളിലും പരാജയങ്ങളിലും നമ്മുടെ ജീവിതത്തെ ദൈവം കടത്തിവിടാറുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത്, വ്യാജവും പോഷകം എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ എന്ന്. ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിലിരിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഓരോരുത്തരുടെയും സ്വഭാവവും ഹൃദയ നിലവാരവും ഗ്രഹിച്ചറിയുന്നവനും പിന്നീട് അവർക്ക് നന്മ ചെയ്യേണ്ടതിനും വേണ്ടി ദൈവം പലരെയും താഴ്ചകളിൽ കൂടെ കടത്തിവിടാറുണ്ട്. നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ചക്കളയുമെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തെ ഭയമില്ല, വിശുദ്ധ ആരാധനയെ ബഹുമാനിക്കുന്നില്ല, ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമില്ല, ദൈവവചനത്തെ ഭയപ്പെടുന്നില്ല. ഈ യാത്ര ഒരു വലിയ താഴ്ചയിലേക്ക് ആണെന്നുള്ളത് ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. ദൈവസന്നിധിയിൽ ഉന്നത നിലയിൽ വസിച്ചിരുന്ന ലൂസിഫർ നിഗളം ഉണ്ടായത് നിമിത്തം ദൈവം അവനെ വെട്ടിക്കളയുകയും അവനൊരു സാത്താനായി മാറുകയും ചെയ്തു. ആകയാൽ പ്രിയ ദൈവപൈതലേ, ദൈവവചനം നിരസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവരെ എല്ലാ നിലയിലും ദൈവം താഴ്ത്തിക്കളയും എന്നതിന് സംശയം വേണ്ട. അവരെ ആരും സഹായിപ്പാൻ പിന്നെ ഉണ്ടാകുകയുമില്ല. അവിടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തിരുവചനം പറയുന്നു. എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ. തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞ് പോയവരെയും തങ്ങളുടെ സ്തോത്രം ഉറ്റ ബന്ധുക്കൾ പോലും മറന്നു കളയുന്നു. സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നവരും വളരെ ഏറെയാണ്. ശമൂവേൽ പ്രവാചകൻ ഈശായിയുടെ വീട്ടിൽ വരുന്നതിനും യാഗത്തിനുമായി വരുന്നു എന്നും തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നും അറിയിച്ചിട്ടും ദാവീദിനെ മാത്രം അവർ ഒഴിവാക്കി. എന്നാൽ അവൻ്റെ താഴ്ചയിൽ ദൈവം ഓർക്കുവാനിടയായി. നമ്മുടെ കർത്താവിനെ തൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ എല്ലാവരും വിട്ടുപോയപ്പോഴും സ്തോത്രം ദൈവം മറന്നുപോയില്ല. തന്നെ താഴ്ചയിൽ ന്യായം കിട്ടാതെ എല്ലാവരും കൈവിട്ടുപോയെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ ബന്ധനങ്ങളിൽ കർത്താവ് ഓർക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യും. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ വിടുവിക്കുവാൻ കർത്താവ് മറന്നില്ല. കർത്താവ് പത്രോസിനെ ഓർക്കുവാനിടയായി. ഹന്നയുടെ താഴ്ചയിൽ ദൈവം ഓർക്കുവാനിടയായി.
ലാസറിനെ ദൈവം ഓർക്കുവാനിടയായി. ആമേൻ സ്തോത്രം. ദാസന് ഓർക്കുക മാത്രമല്ല, ഉയർത്തുകയും കൂടെ ദൈവം ചെയ്യുവാൻ ആമേൻ സ്തോത്രം അവൻ കരുണ കാണിച്ചു. 38 വർഷം കുളക്കരയിൽ ആരും ആമേൻ ഓർക്കാതെ ഒരു മനുഷ്യൻ കിടന്നു. കർത്താവ് അവനെ ഓർക്കുവാനിടയായി. ഗദരദേശത്തിൽ കിടന്നവനെ അപ്പനാര്, സഹോദരനാര്, അവൻ കുടുംബമുണ്ടോ, ഏത് ദേശക്കാരനെന്ന് ആരും ഓർക്കാതിരുന്നപ്പോൾ, കല്ലറകളിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവനെ ഓർക്കുവാനും അവൻ്റെ അരികിലെത്തുവാനും ഇടയായി. ഈ പ്രഭാതം പ്രിയ ദൈവപൈതലേ, നിന്റെ കഷ്ടതയുടെ നടുവിൽ ആരും നിന്നെ ഓർക്കാതിരിക്കുമ്പോൾ, സഹായിക്കേണ്ടവരെല്ലാവരും നിന്നെ മറന്നു കളയുമ്പോൾ, നിന്റെ സഹായം അനുഭവിച്ചവർ ഈ നാളുകളിൽ നിനക്കെതിരായി അപവാദങ്ങൾ പറഞ്ഞ് പരച്ചുമ്പോൾ, കുഞ്ഞേ നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഈ പ്രഭാതം നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നാളുകളായി പരിഹരിക്കാതെ കിടക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ, അധികാരികൾ മറന്നുപോയ വിഷയത്തിന്, ഇനി ഈ വിഷയത്തിന് ഒരു മറുപടി കാണില്ല എന്ന് നീ പോലും ചിന്തിച്ച് മറന്നുപോയ വിഷയത്തിന് സ്വർഗം ഈ പ്രഭാതം ഓർക്കാൻ പോകുകയാണ്. സ്വർഗം ഈ പ്രഭാതം നിനക്ക് മറുപടി തരാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കാൻ പോകുന്നു. നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതം നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ള കർത്താവേ, അപ്പൻ്റെ ദയ ഓർത്ത് കർത്താവേ, ആമേശ്വര ഭവനത്തിൽ മടങ്ങി വന്ന ആമേശ്വത്ര കർത്താവേ, ദൂർത്തപുത്രനെ പോലെ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന അനേക ദൈവക്കുഞ്ഞുങ്ങൾ ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായി ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസിമാരെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. സകലവിധമായ നന്മകളാൽ നിറയ്ക്കണം, മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.